ചാർജിങ് സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പൊ തന്നെ കുറവാണ്. ഈ വരുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഒരിക്കലും ഇപ്പോഴത്തെ ഇത് പറ്റൂല. സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു EV-യുടെ ഇതിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് നമ്മൾ സർവീസസ് ഓഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ്? അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാർ വരുവാണ്, ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന, നാളെ ഇപ്പൊ മാരുതി ഇറങ്ങാൻ പോകുന്നുണ്ട്, മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഇങ്ങനെ ഓരോരോ കമ്പനീസും അവര് നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ലോങ് എന്താ ടൈം പീരീഡ് അല്ലെങ്കിൽ മൈലേജ് കിട്ടുന്ന കാറുകൾ, ബാറ്ററി കപ്പാസിറ്റി കൂട്ടി ഇറക്കി വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ഇത് ആൾക്കാർ കൂടുതൽ ഇപ്പോൾ കാറുകളായി, സ്കൂട്ടറുകളായി, ഓട്ടോറിക്ഷകളായി, ബസ് നേരത്തെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ ബസ്സുകൾ ഇതാവും, ലോറികൾ ഇതാവും, ഈവൻ വരുന്ന എല്ലാ വണ്ടികളും ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യും. ഈവൻ സൈക്കിളുകൾ വരെ ഇപ്പോൾ ഇതായി തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഈ EV ചാർജിങ് സ്റ്റേഷന്റെ ആവശ്യം അല്ലെങ്കിൽ ചാർജറിന്റെ ആവശ്യം ഇത് വെച്ചിട്ട് കൂടി ഓരോ ദിവസവും കൂടി വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്ക് വരുന്നു അത്രയും നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, അഡാപ്റ്റബിലിറ്റി ഉണ്ടാവും.